ആക്രമണത്തിൽ യുവാവ് മരിച്ചതിൽ പി.വി. അൻവർ എം.എൽ.എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഡി.എഫ്.ഒ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ ഓഫീസ് അടിച്ചു തകർത്തു. വനമന്ത്രിയുടെ പ്രവർത്തനം മനുഷ്യർക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയാണെന്ന് പി.വി. അൻവർ ആരോപിച്ചു. നിലമ്പൂർ മഞ്ചേരി സ്വദേശി മണിയാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. നവീൻ നാഥ് കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. നവീൻ, എന്താണ് ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം? ആരാണ് ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ? അവർക്ക് സംഘടനാ ബാനറുണ്ടോ? നിഷാദ്, അൻവർ എം.എൽ.എയുടെ ഒരു ജനകീയ യാത്ര ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സംഘടിച്ച ആൾക്കാരാണ് ഇവർ പ്രത്യേകിച്ച് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരല്ല, പല രാഷ്ട്രീയത്തിൽ ഭാഗമാതായ ആൾക്കാരാണ്. ഇവരാണ് ഇപ്പോൾ ഇവിടെ ഡി.എഫ്.ഒ ഓഫീസ് ഉപരോധിക്കുന്നത് അൻവർ എം.എൽ.എയോടൊപ്പം. മനുഷ്യജീവന് കേരള മണ്ണിൽ, മനുഷ്യജീവന് കേരള മണ്ണിൽ, മനുഷ്യജീവന് കേരള മണ്ണിൽ, മനുഷ്യജീവന് കേരള മണ്ണിൽ. സിന്ദാബാദ്, പി.വി. അൻവർ സിന്ദാബാദ്, പി.വി. അൻവർ സിന്ദാബാദ്, പ്രജാപ്രഭുത്വം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ?
നവീൻ, ഈ പ്രതിഷേധക്കാർ ഇപ്പോ എന്താണ് ചെയ്യുന്നത്? അവർ എങ്ങോട്ടേക്ക് പോവുകയാണ്? അവരുടെ പ്രതിഷേധ പരിപാടിയുടെ തുടർ സ്വഭാവം എന്താണ്? മറ്റു പരമാവധി വിശദാംശങ്ങൾ പറയും. നിഷാദ്, DFO ഓഫീസിലെ ഉപരോധം കഴിഞ്ഞ് MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലാ ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ ഉപരോധക്കാർ ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിക്കുന്നു. 15 മണിക്കൂറോളം മരിച്ച ആളിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ വൈകിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉപരോധം നടത്തിയത്. അൻവർ MLA ഇതിനിടയിൽ അൻവർ MLA മനുഷ്യർക്ക് പട്ടിയുടെ പോലും വിലയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറി, അങ്ങനെ മാറ്റിയെടുത്തു ഈ സർക്കാർ എന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. വനമന്ത്രിക്ക് മനുഷ്യരുടെ ജീവനല്ല വില, മൃഗങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്. നഗരമധ്യത്തിൽ പോലും കാട്ടാനകൾ വിലസുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് മരിച്ച മണിയെന്നും ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അൻവർ പറഞ്ഞു. ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജില്ലാ ആശുപത്രിയിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഉപരോധം അവസാനിപ്പിച്ച് ഇപ്പോൾ അവർ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത്. നിഷാദ്.